സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സമയത്ത് എല്ലാ രക്ഷിതാക്കളും ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ കുട്ടികളെ എങ്ങനെ ഒറ്റയ്ക്ക് സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ പറ്റും എന്നുള്ളത്. സാധാരണ രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കുന്ന കുട്ടികളെയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സമ്പാദിക്കുന്ന കുട്ടികളെയും നമ്മൾ ബോൾഡാണെന്ന് പറയാറുണ്ട്. എന്നാൽ ഈ അടുത്ത് വന്ന ചില കേസുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവരെല്ലാം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരും പഠിച്ചവരും ജോലി സമ്പാദിച്ചവരുമാണ്. പക്ഷെ ജീവിതത്തിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വരുമ്പോൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നില്ല. അവരുടെ സീനിയർ ഓഫീസേഴ്സ് മോശമായിട്ട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പിലൊക്കെ പെട്ടുപോകുമ്പോൾ അവരും അവരുടെ രക്ഷിതാക്കളൊക്കെ പറയുന്നത് അവർക്ക് നല്ല ബോൾഡായ കുട്ടികളായിരുന്നു, പക്ഷെ ഇപ്പം എന്തുകൊണ്ടോ ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടാനാണ് തോന്നുന്നത്. ഒരു വല്ലാത്തൊരു ഡിപ്രസീവ് സ്റ്റേജിലാണുള്ളത്. നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ മാർക്കുകൾ റാങ്കുകളൊക്കെ കമ്പയർ ചെയ്യാറുണ്ട്, അങ്ങനെ ഒരു പ്രഷർ കൊടുക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റിന് നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. കുട്ടികളെ ചെറുപ്പത്തിലെ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് പഠിപ്പിക്കണം. അതേപോലെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധ്യവാന്മാരാക്കണം. ആ അവകാശങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണ അവർക്ക് കൊടുക്കണം. ഇമോഷണലി, ഫിസിക്കലി, മെന്റലി ആൻഡ് ഫിനാൻഷ്യലി ഓക്കെ അല്ലാത്ത ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം എന്നുള്ളത് ചെറുപ്പത്തിലെ അവരെ പഠിപ്പിച്ചെടുക്കണം. ഈ കഴിവുകൾ ആർജിച്ചെടുക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു ശക്തിക്കും ഈ കുട്ടിയെ തളർത്താൻ പറ്റില്ല.